വെൽക്കം ടു ടി സി എസ് എജുമീഡിയ. ടി സി എസ് എജുമീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. In the previous classes, we have discussed about the quantitative features of human resource. Today we are going to discuss about qualitative features of human resource. Then what are the qualitative features of human resource that improve the labor potential of human being? ഒരു മനുഷ്യൻ്റെ അധ്വാനശേഷി ഉഷാറാക്കുന്നതിനാവശ്യമായ എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത്? ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ, ഹെൽത്ത് കെയർ. തേർഡ് വൺ, training. And fourth one, social capital. Through education, healthcare, training, social capital, we can improve the labor potential of human being. The first one is education. Through education, we can improve the skills of human being. ആദ്യത്തേത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മനുഷ്യൻ്റെ കഴിവുകളെ വർദ്ധിപ്പിക്കാനും അത് രാജ്യത്തിന് ഉപയോഗപ്പെടുത്താനും സാധിക്കും. സെക്കൻഡ് വൺ, ഹെൽത്ത് കെയർ. ഒരു മനുഷ്യന് നല്ല ആരോഗ്യവും അതുപോലെ നല്ല ആരോഗ്യ അവസ്ഥയും ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാനും സാധിക്കുകയുള്ളൂ. ആൻഡ് തേർഡ് വൺ, ട്രെയിനിങ്. എല്ലാവർക്കും നമ്മൾ പരിശീലനം നൽകണം. ഏതൊരു കാര്യത്തിനും വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കുന്ന ആളുകളായാലും അതുപോലെ നമ്മൾ കുട്ടികളായാലും നമ്മൾ സ്പോർട്സ്മാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതൊരു കഴിവുള്ള ആളാണെങ്കിലും അതിലേക്ക് അവർ ട്രെയിനിങ് ഉണ്ടായാൽ മാത്രമേ അവരുടെ കഴിവുകൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ദ ഫോർത്ത് വൺ, സോഷ്യൽ ക്യാപിറ്റൽ. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പം അതിലൊരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. സാധാരണക്കാർ വരുന്നു, ഡോക്ടർമാർ വരുന്നു, സന്നദ്ധ സംഘടനകൾ വരുന്നു, അങ്ങനെ പല രീതിയിൽപ്പെട്ട ആളുകൾ വരുന്നു. അങ്ങനെ അവരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ 4 സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ദീസ് ആർ ദ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ, ഹെൽത്ത് കെയർ. And third one, training. And fourth one, social capital. Then in this chapter, we will broadly discuss about education and healthcare. Through qualitative features, we can develop and improve the human resource. Then why we are developing human resource? There is several advantages in developing human resource. നമ്മുടെ മനുഷ്യൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്കൊരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്? ദ ഫസ്റ്റ് വൺ, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്. ഓരോ ജോലിക്കാരുടെയും ഉൽപാദനക്ഷമത, അവരുടെ ഉൽപാദന കഴിവ് കൂട്ടാൻ കഴിയും. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെയും നല്ല ആരോഗ്യമുണ്ടാകുന്നതിലൂടെയും അവർക്ക് നല്ല രീതിയിൽ ഉൽപാദനം നടത്താൻ കഴിയും. ഒരാൾക്ക് ആരോഗ്യമില്ലാതിരിക്കുകയും നല്ല രീതിയിൽ ആ ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ ഉൽപാദനം നടത്താൻ സാധിക്കുകയില്ല. ദെൻ സെക്കൻഡ് വൺ, എക്കണോമിക് ഇനീക്വാലിറ്റി ഈസ് റെഡ്യൂസ്ഡ്. നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തിക അസമത്വം, എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, ആരോഗ്യപരമായ എല്ലാ നല്ല രീതിയിലുള്ള കാര്യങ്ങളും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ജോലി ചെയ്ത് സമ്പത്ത് മെച്ചപ്പെടുത്താൻ സാധിക്കും. തേർഡ് വൺ, നാച്ചുറൽ റിസോഴ്സസ് ഈസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. നമുക്കെല്ലാവർക്കും ട്രെയിനിങ്ങും അതുപോലെ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ വിദ്യാഭ്യാസവും അതുപോലെ ട്രെയിനിങ്ങും ഇല്ലെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്താത്ത രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ഉപകാരവും നമുക്കുണ്ടാവുകയില്ല. ദ ഫോർത്ത് വൺ, മേക്ക് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. നമുക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസവും
നല്ല രീതിയിൽ ആരോഗ്യവും നല്ല രീതിയിൽ ട്രെയിനിങ്ങും ഉണ്ടാവുകയെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ടെക്നോളജികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് സോഷ്യൽ വെൽഫെയർ ഈസ് ഇൻഷ്യൂർ. എല്ലാവർക്കും സാമൂഹികമായ നല്ല ഒരു രീതി, ഒരു ക്ഷേമം എല്ലാവർക്കും നമുക്കുണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എൻ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ്. ഓരോരുത്തരും ഓരോ സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. മനുഷ്യന് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വിദ്യാഭ്യാസം നൽകി അതുപോലെ തന്നെ നല്ല ആരോഗ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അവരുടെ ഓരോ ബിസിനസ്സുകളും നോക്കി നടത്തുകയും ആ ബിസിനസ്സുകളൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ കൂടി ഇമ്പ്രൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. The development of human resources is very useful for the development of a country also. Then we have to discuss about the qualitative features of human resource. The first one is education. Through education, we can develop human resource. Through education, we can mold the skilled people. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നല്ല ബുദ്ധിയും കഴിവുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ സാധിക്കും. The increase in the population of a country will not lead to the development of a country. ഒരു രാജ്യത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുകയില്ല. ബട്ട് വി വാണ്ട് ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ദ increase in the educated people of a country, it will lead to the development of a country. ഒരു വിദ്യാസമ്പന്നരായ ജനങ്ങൾ ആ നാട്ടിൽ ഉണ്ടാവുന്നത് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിതെളിയിക്കുന്നതാണ്. Then how the education helps in the development of a country? We can look through a flow chart. Through education we can improve the skills of individual. By improving the skills of individual, they will know how to utilize the technology. ടെക്നോളജി, സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകും. By utilizing the technology, it will help them to secure better job and income. ടെക്നോളജിയെക്കുറിച്ചൊക്കെ അറിവുകൾ കൂടുതലുണ്ടായാൽ അവർക്ക് നല്ല ജോലി ലഭിക്കുകയും നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും. When they will secure better job and income, it will improve the standard of living. അവരുടെ ജീവിതശൈലി തന്നെ അത് മാറ്റും. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയാൽ all people they will get education. It will improve them into a new life and it will improve the standard of living of that people. ആ ജനങ്ങളുടെ ജീവിതശൈലി തന്നെ മാറ്റും. Then through that we can develop human resource. So we can say that education will help to develop the human resource. Then what is the educational status of India? According to the census of 2011, in India, the literacy rate of female is 65.46 and the literacy rate of male is 82.14. Then the literacy rate of total population in India is 74.04. What is literacy rate? Literacy rate refers to the percentage of population that can read and write with comprehension. 100-ൽ എത്ര ആളുകൾക്ക് അർത്ഥവും ആശയവും മനസ്സിലാക്കി എഴുതാനും വായിക്കാനും കഴിയും എന്നതിൻ്റെ പെർസെൻറ്റേജിന് പറയുന്ന പേരാണ് ലിറ്ററസി റൈറ്റ്. According to the talk of experts, they are saying that 6% of the national income must be spent for providing facilities in the education sector.
വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കും. ബട്ട് ഡ്യൂറിങ് ദ ഇയർ ഓഫ് 2017 and 18, Government of India spent only 3.7% of the gross domestic product on education. എഡ്യൂക്കേഷന് വേണ്ടി 3.7% ഇൻകം മാത്രമാണ്, വരുമാനം മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചത്. ടു ഡെവലപ്പ് education sector and skills of individual, government implemented several projects in India. Let us go through that. The first one is Integrated Child Development Scheme, ICDS. What do you mean by Integrated Child Development Scheme, and what are the goals of ICDS? The first one is to ensure integrated development of children up to 6 years. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ എല്ലാ നിലക്കുമുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്കീം, ഒരു വിഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. To provide, the second goal is to provide health care for pregnant and lactating women. അതുപോലെ തന്നെ ഗർഭം ധരിച്ച സ്ത്രീകൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ആരോഗ്യപരമായ എല്ലാ സുരക്ഷയും നൽകുന്നതും ICDSലൂടെയാണ്. അംഗൻവാടി, we can see in our localities several Anganwadis. Anganwadis is also working under the control of ICDS. And second one is Samagra Shiksha Abhiyan. Samagra Shiksha Abhiyan was formed by integrating Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan. Then what are the goals of Samagra Shiksha Abhiyan? The first one, to ensure universal education to all up to higher secondary level. ഹയർ സെക്കൻഡറി ലെവലിലുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. The second one, to ensure quality and equity. എല്ലാവർക്കും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം നൽകുക. There is no difference among the students. And the third one, to promote the vocational education strengthen. ജോലിപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രാമുഖ്യം നൽകുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. And the fourth one is to empower the teacher training institute like CRT and DIET. CRTയും ഡയറ്റും പോലുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. These are the main goals of Samagra Shiksha Abhiyan. Samagra Shiksha Abhiyan was formed by integrating Sarva Shiksha Abhiyan and Rashtriya Madhyamik Shiksha Abhiyan. The third project is Rashtriya Uchchatal Shiksha Abhiyan, RUSA. Then what are the goals of Rashtriya Uchchatal Shiksha Abhiyan? The first one is to increase the access to higher education. ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന, ഉപരിപഠനത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക. അതിനുവേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. And the second one, to improve the quality of higher education. ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂട്ടുക. അതിൻ്റെ എല്ലാ ഗുണപരമായ കാര്യങ്ങളും വികസിപ്പിച്ചെടുത്ത് ഉഷാറാക്കിയെടുക്കുക. അങ്ങനെ കുട്ടികളെ അതിലേക്ക് ആകർഷിപ്പിക്കുക. These are the goals of Rashtriya Uchchatal Shiksha Abhiyan. Then the fourth one is National Skill Development and Monetary Reward Scheme. This is the another educational project implemented by government in India. Then what are the goals of National Skill Development and Monetary Reward Scheme? The first one is to improve the working skills of youth. യുവജനങ്ങളുടെ വർക്കിംഗ് സ്കില്ലുകൾ, അവർക്ക് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും അതുപോലെ കഴിവുകളെയും ഒന്നുകൂടി ഉഷാറാക്കി വികസിപ്പിച്ചെടുക്കുക.
The second one, to ensure the availability of people with employable skill. ജോലി ചെയ്യാനുള്ള കഴിവുള്ള ആളുകളെ കൂടുതലായി വളർത്തിയെടുത്ത് അവരെ സമൂഹത്തിന് സമർപ്പിക്കുക. These are the main goals of National Skill Development and Monetary Reward Scheme. These 4 projects are implemented by central government. Besides these programs, there is several programs also implemented by state government. ഓരോ സ്റ്റേറ്റിലും ഓരോ ഗവൺമെൻറ് അവരുടേതായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് എവിടെ നിന്നാണ് വിദ്യാഭ്യാസം ലഭിക്കുക? In a country, there will be several institutions at various levels to provide education, such as schools, colleges, universities, technical education institutions. These institutions provide education to the students at different levels. In India, the education have a more priority and importance. So our country has made education a fundamental right and has passed the Right to Education Act in 2009. It is known as RTE Act. The Indian Constitution ensures the goal of elementary education for all through Right to Education Act. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന നിയമം പാസാക്കിയതിലൂടെ എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്ന ഒരു കടമ നമ്മുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ നാടിൻ്റെ കടമയാണ്. In India, there is several programs, projects and policies for the development of education. However, several problems still exist in the education sector of India. ഇന്ത്യയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോഴും ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിലുണ്ട്. What are the main problems faced by India in the education sector? The first one, certain sections drop out from schools without completing primary education. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു. The second one, there is a lack of availability of basic facilities in the education sector. ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോഴും പല സ്ഥലത്തും ഇന്ത്യയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. These are the main 3 problems faced by Indian education. Now we have discussed about the first qualitative feature of human resource. It is education. In the next video, we will discuss about the second qualitative feature of human resource, healthcare. We will continue in the next video. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നാം ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഉപകാരപ്രദമായ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.